Hit 96.7 FM. I just want the funk. Arfaz, They just want the funk. John, We just want the funk. and Naila. On the Big Breakfast Club. വെൽക്കം ബാക്ക് ആൻഡ് വൺസ് അഗൈൻ എ വെരി വെരി ഗുഡ് മോർണിംഗ്. ദിസ് ഇസ് ദ ബിഗ് ബ്രേക്ക്ഫാസ്റ്റ് ക്ലബ്. അങ്ങനെ അതായത് ഞാനും ജോണും ഒരുപാട് നാളായിട്ട് പഠിക്കണമെന്ന് ആഗ്രഹിച്ച് ഞങ്ങളുടെ കൂട്ടത്തിൽ അർഫാസ് അത് പഠിക്കാൻ ഒടുവിൽ പോയി. അതെ അർഫാസ് പഠിക്കാൻ പോയി. മാത്രമല്ല അർഫാസ് ഇടയ്ക്കിടയ്ക്ക് മറ്റേ പാർക്കിൽ പോയിട്ട് നമ്മുടെ യോഗ ഒരു ഗാദറിംഗ് ഒക്കെ ഉണ്ടാവും, അതിനൊക്കെ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. ഇടയ്ക്കൊക്കെ അതൊന്ന് ബ്രഷപ്പ് ചെയ്യാറൊക്കെ ഉണ്ട്. പക്ഷെ എന്തായാലും നമ്മൾ രാവിലെ മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ഇവിടെ ഒരു യോഗ ഫെസ്റ്റിവൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും യോഗ എത്തി. ഇന്നിപ്പോ ഇവിടെ എത്തിയിരിക്കുന്ന രണ്ട് സ്പോക്സ് പേഴ്സൺ, ഒന്ന് ഈ പരിപാടിയുടെ ഡയറക്ടർ തന്നെ ഒരു വ്യക്തിയാണ്, അദ്ദേഹം ഒരു മലയാളിയാണ്, ഒരു ഇന്ത്യക്കാരനാണ്. പക്ഷെ കൂടെ സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് ഒരു ഇന്ത്യൻ അല്ല. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇന്ത്യ കടന്ന് മറ്റ് രാജ്യങ്ങളിലാണ് ഇത് ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കുന്നതും. UAE പോലുള്ള ഒരു രാജ്യത്തിന്റെ ഇവിടുത്തെ സ്പോർട്സ് കൗൺസിലിന്റെ ഒക്കെ ആഭിമുഖ്യത്തിലാണ് ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നത് തന്നെ. 7 എമിറേറ്റ്സിൽ വെച്ചിട്ടായിരിക്കും ഈ യോഗ ഫെസ്റ്റിവൽ നടക്കുന്നത്. അപ്പോൾ ഈ യോഗ ഫെസ്റ്റിവൽ എന്താണ് ഇതിന്റെ ആശയം, എങ്ങനെ നമ്മൾ ഇതിന്റെ ഭാഗമാകാൻ സാധിക്കും, എങ്ങനെയാണ് ഹഠയോഗ എന്ന് പറയുന്നത്, എന്താണ് ആ യോഗ എന്നൊക്കെ പറഞ്ഞു തരാനായിട്ട് നമ്മുടെ കൂടെ ഫസ്റ്റ് വി ഹാവ് ആചാര്യ ബാല joining us. Hi, good morning to you. നമസ്കാരം. Good morning, and we do have Eugenia also joining us. Hi, Eugenia. Hi. Good morning to you. Welcome to Hit 96.7 FM, Eugenia. Thank you. ഓക്കെ, അപ്പൊ കുറച്ചൊന്ന് മൈക്കിന്റെ അടുത്തേക്കൊന്ന് വരാമോ? ഓക്കെ, നമുക്ക് നമ്മുടെ ലിസണേഴ്സിനോടും എനിക്കും ജോണിനോടും ഒക്കെ ഒന്ന് പറഞ്ഞു തരുമോ, എന്താണ് ഈ യോഗ ഫെസ്റ്റിവൽ? ഈ ഹഠയോഗ എന്ന് പറയുന്നത് അതിന്റെ കൂടെ തന്നെ നമ്മൾ ചേർത്ത് പറയുന്ന ഒരു ടേം കൂടിയാണല്ലോ. താങ്കളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടും അത് തന്നെയാണ് അല്ലേ? ഹഠവിദ്യ. അപ്പം ഈസ് ദാറ്റ് ലൈക്ക് എ ഡിഫറെന്റ് കൈൻഡ് ഓഫ് യോഗ? അത് നമുക്കൊന്ന് എഡ്യൂക്കേറ്റ് ചെയ്യാമോ? യോഗയെ പറ്റി സംബന്ധിച്ചിടത്തോളം പല സ്റ്റൈലുകളിൽ ഇത് നടക്കുന്നുണ്ട്. അപ്പൊ ഹഠയോഗ അതിന്റെ ഒരു ബേസ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഏതൊരു യോഗ സ്റ്റുഡിയോയിൽ നിങ്ങൾ പോയി കഴിഞ്ഞാലും അതില് ആസനങ്ങൾ, പ്രാണായാമം, അതുപോലെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇത് എവിടുന്നാണ് ഇതിന്റെ ഒരു സോഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹഠയോഗത്തിൽ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ എവിടെയൊക്കെയാണോ ആസനങ്ങൾ, പ്രാണായാമങ്ങൾ, അതുപോലെ ക്ലെൻസിങ് പ്രോസസ്സുകൾ, മുദ്രാബന്ധ ഇതൊക്കെ നടക്കുന്നത് അതെല്ലാം ഹഠയോഗത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണുള്ളത്. So the term hatha means എന്താണ്? അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മെന്റൽ എനർജിയും ഫിസിക്കൽ എനർജിയും ഇതിന്റെ രണ്ടിന്റെ യൂണിഫിക്കേഷനെയാണ് ഹഠയോഗം എന്ന് പറയുന്നത്. സോ ബേസിക്കലി നമ്മളൊരു ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ഇപ്പൊ നമ്മളൊരു യോഗ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അപ്പൊ അവർ ഓഫർ ചെയ്യുന്നതും ഹഠയോഗ ഓഫർ ചെയ്യുന്നതും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമായിട്ട് എന്തായിരിക്കും പറയാനുണ്ടാവുക? നമ്മളുടെ ഒരു പ്രോഗ്രാമിൽ എന്താണെന്നുണ്ടെങ്കിൽ വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു സിമ്പിളായിട്ടുള്ള ബോഡി കണ്ടീഷനിങ് മെത്തേഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിനെ പതുക്കെ ഗ്രാജുവലി ഇതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരികയാണ്. അത് നോട്ട് ഓൺലി ഇൻ ആസനാസ്, അത് നമ്മൾ അതിൽ പല മെത്തേഡുകളായിട്ടുള്ള പ്രാണായാമം പോലെയുള്ള കാര്യങ്ങൾ, അതോടൊപ്പം ക്ലെൻസിങ് പ്രോസസ്സുകൾ, ഇന്റേണൽ ക്ലെൻസിങ് പ്രോസസ്സുകൾ, പിന്നെ ധ്യാനം, ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു പ്രോസസ് ഉണ്ട്. അത് അതിന് ടീച്ചേഴ്സ് ട്രെയിനിങ്ങുകൾ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ കരിക്കുലം എന്ന് പറയുന്നത് ഒരു 12 years സാധനയായിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ്. കൊള്ളാം. അപ്പൊ അങ്ങനെ എന്തായാലും നമുക്ക് ഈ ഫെസ്റ്റിവലിലേക്ക്, യോഗ ഫെസ്റ്റിവലിലേക്ക് വരാം. 2015 ഇതിന് മുൻപ് പറഞ്ഞിരുന്നു അല്ലേ, നമ്മുടെ നോളജ് വില്ലേജിലാണ് ഇങ്ങനെ ഒരു ഫെസ്റ്റിവൽ നടത്തിയിരുന്നത്. അതിനുശേഷം ഇപ്പം നമ്മുടെ 7 എമിറേറ്റുകളിലായിട്ട് April 6 തൊട്ട് May 5 വരെ, May 4 വരെ, അങ്ങനെ നമ്മൾ ഓരോ സ്ഥലങ്ങളിലായിട്ട് ഈ ഒരു ഫെസ്റ്റിവലിന്റെ ഓരോ സെഷൻസ് നടക്കുകയാണ്. സോ യൂജീനിയ will also be joining us in the conversation. So tell us about how this festival is what is the idea behind designed. So the idea is to take the ancient practice of yoga and bring it to all the 7 Emirates. In the UAE. So it's going to start this Sunday in Abu Dhabi, and then it's going to be happening every weekend across all the Emirates, and it's going to manifest itself in the 4th of May in Dubai. In Dubai, yeah. You tell us, Eugenia, how did you come into doing yoga? Were you raised in a family where they did yoga, or did you travel and learn about it, or how did this happen to you? So I used to live in London for a long time, and I went to various studios. I've practiced there. I went to a few studios and gyms in Dubai, but it never quite felt right. Because it's more of like a physical exercise, the way they teach it in other studios. Like another form of exercise, just another form of exercise. Exactly. I was like, I have a personal trainer, I work out, like I don't need another exercise. I need something deeper and actually which has the philosophy behind it. And then I've
came across Hatha Vidya, which was like incredible, and I started doing just coming for classes in the morning. Okay. And I was like, okay, there is much more to it. And there was like the way they approach it, so it's individual attention to each student, so it's not like you show up to a class and they're like go into like a downward dog or something you can't do from the very beginning, or like go into a bridge posture. It's like, no, it's like you start from the very beginning, from the basics, and they progress you and you get attention from the teachers. Okay. And then I kind of got deeper into it, and then I joined the sadhana, the 12-year one. Okay. And You completed that? No, I've just No, started. you're Like, just- I've got a So you're a very long student way to with go. Hatha Vidyയുടെ student ആണ് Eugenia. Oh, Yeah. okay, Yes. okay, okay. So the nice. 12 years of sadhana. Okay, so അതിലിപ്പോ you ആണ് just നടന്നുകൊണ്ടിരിക്കുന്നത്. started the program recently or So I've been in it for around 4-5 months. 4-5 months. ശരി, Okay. നമുക്കിനി ഈ ഒരു യോഗയുടെ ഈ ഒരു ഇവന്റിനെ കുറിച്ച് നമുക്ക് പറയാം. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ലിസണേഴ്സിന് ഒരു പക്ഷേ ഇതിന്റെ ഭാഗമാകാം. എന്താണ് നമ്മൾ ഇവന്റ് ഒരു ദിവസം നമ്മൾ എങ്ങനെയാണ് ഡിസൈൻ A ചെയ്തിരിക്കുന്നത്? long day എന്ന് പറയുമ്പോഴത്തേക്ക് അതെ, അത് ഒരു മെഡിറ്റേഷനോട് കൂടിയിട്ടാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ധ്യാനത്തിന് ശേഷം അതിനുശേഷം ആസന പ്രാക്ടീസിന്റെ ഒരു 1.5 hour ഒരു സെഷൻ ഉണ്ടായിരിക്കും. അതിനുശേഷം പ്രാണായാമത്തിന്റെ സെഷൻ, പിന്നെ കുറച്ചുകൂടി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സെഷനുകളാണ്. അത് കുട്ടികൾക്ക് എങ്ങനെ യോഗ കൂടുതൽ പ്രയോജനപ്രദമായിട്ട് ഡെലിവർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. Okay. അപ്പൊ അതിന് വേണ്ടിയിട്ടൊരു സ്ട്രക്ചേർഡ് കരിക്കുലം ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിന്റെ ബേസിലാണ് ക്ലാസ്സസ് നടക്കുന്നത്. അതൊരു 1 hour 1.5 hour ഉണ്ടായിരിക്കും കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അതിനുശേഷം പിന്നീട് സീനിയർ സിറ്റിസൺസിന് വേണ്ടിയിട്ട് പ്രത്യേകം ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് ഒരു 1.5 hour ഉണ്ടായിരിക്കും. അങ്ങനെയാണ് ത്രൂ ഔട്ട് ദ ഡേ വരുന്നത്. ഈ കോർപ്പറേറ്റ്സിന് വേണ്ടിയിട്ടുള്ള അങ്ങനെയും കോർപ്പറേറ്റ്സിന് വേണ്ടിയിട്ടും ഞങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചില എമിറേറ്റ്സുകളിൽ മാത്രമാണ് അത് ടൈം കൺസ്ട്രെയിൻസിനനുസരിച്ചിട്ട് ഞങ്ങളത് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണ് ലൈക്ക് കോർപ്പറേറ്റ്സിന് ഒരു സെറ്റ് ഓഫ് ഒരു ഡിഫറെന്റ് ഇത് ഇപ്പം യോഗ നിദ്ര എന്ന് നമ്മൾ വായിച്ചു. അതെങ്ങനെയാണ് അത് ഞാനും ജോണും പറയായിരുന്നു അല്ലേ? അത് അതെ, നമുക്ക് അത് വേണമെന്നുണ്ട് യോഗ നിദ്ര. Yes, it's a part of corporate yoga. Okay. And they in the അവരുടെ ഈ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ഈ ഹെക്ടിക് ആയിട്ടുള്ള സ്കെഡ്യൂളിൽ കുറച്ച് റിലാക്സേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 30 minutesന്റെ ഒരു പ്രോഗ്രാം ഞങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ 30 minutesന്റെ പ്രോഗ്രാമിൽ ഒരാൾക്ക് ശരിക്കും ബാക്ക് ടു ട്രാക്ക് എന്നുള്ളൊരു മോഡിലേക്ക് വരാൻ പറ്റും. ശരി, നമ്മളിപ്പോ ഞാനിപ്പോ ദുബായിൽ ഒരു ക്ലാസ്സിന് സൈൻ അപ്പ് ചെയ്യുകയാണെങ്കിൽ ഐ ഡോണ്ട് ഹാവ് ടു സ്റ്റേ ആൻ എൻറ്റയർ ഡേ. എനിക്ക് വേണ്ടി ഒരു 1.5 hours ഒരു സെഷൻ ഉണ്ടാവുമായിരിക്കും. അങ്ങനെയായിരിക്കും അല്ലെ? അപ്പൊ ഇത് ബിഗിനേഴ്സിനുള്ളതാണോ അതോ ഇത് എല്ലാവർക്കും പങ്കെടുക്കാവുന്ന രീതിയിലാണ് ഇതിനെ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്? ഓക്കെ. അപ്പൊ കൂടുതലും എനിക്ക് തോന്നുന്നു ബിഗിനേഴ്സിനായിരിക്കണം അല്ലെ? കാരണം ബിഗിനേഴ്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ്. കാരണം ഇതൊരു ആളുകളുടെ മുന്നിൽ ഇതിന്റെ ഒരു പോസിബിലിറ്റീസ് നമ്മൾ അവതരിപ്പിക്കുകയാണ്. കാരണം യോഗ എന്ന് പറയുന്നത് വെറുതെ കുറച്ച് ശ്വാസം പിടിച്ച് നിൽക്കുക, തലകുത്തി നിൽക്കുക അല്ല. അതിൽ കൂടുതൽ കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അങ്ങനെ പൊതുവെ അറിയപ്പെടാത്ത കുറെ മേഖലകളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാന ഉദ്ദേശം. Okay. And also, where does it happen in Dubai and other Emirates? Do we have more details about that? So all the details are on the festivalofyoga.com. Okay. And you'll need to go and register. The event is completely free. Oh, it is completely free. Absolutely, Oh, but nice. registration is required. Okay. And then you can find actually the schedules for each location. At what time you want to come, do whichever session you want to do, and all the locations and all the basically information you need to know about. So is it going to be an open air event? No. So it will be in like in a closed space, but it's different locations in all 7 Emirates. Okay. ഒരു പക്ഷേ ഇതിലേക്ക് വരണമെന്ന് വിചാരിച്ച് ഇങ്ങനെ നാളെ ആവട്ടെ അങ്ങനെയൊക്കെ പറഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്നവർക്ക് ഇതൊരു ടൈം ആകട്ടെ അല്ലെ? ജസ്റ്റ് ടു കം ആൻഡ് എക്സ്പീരിയൻസ്. ഇതിലൂടെ അവർക്ക് ഒരു ജേർണി ആരംഭിക്കുന്നതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആവട്ടെ. ആൻഡ് ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫ്രീ. 7 എമിറേറ്റുകളിലും ഇത് നടക്കുന്നുണ്ട്, സ്റ്റാർട്ടിംഗ് ഫ്രം അബുദാബി ടു ദുബായ്. അപ്പോൾ ഏതൊക്കെ എമിറേറ്റിൽ ആർക്കൊക്കെയാണോ പോകാനായിട്ട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. ആൻഡ് വാട്ട് ഇസ് എക്സ്പെക്ടേഷൻ, ഒരു പാർട്ടിസിപ്പേഷൻ എക്സ്പെക്ടേഷൻ? കാരണം ഫ്രീ ആണെന്ന് പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ആളുകളെ പങ്കെടുപ്പിക്കുക എന്നുള്ളതാണ്. അതിൽ രജിസ്ട്രേഷൻസ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കണം. തീർച്ചയായിട്ടും ഇപ്പം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേര് ഇപ്പം യോഗ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, യോഗയെ പറ്റി അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ കോർപ്പറേറ്റ്സ് അവർക്ക് ഉറക്കം ഒരു വലിയ പ്രശ്നമാണ്. കോർപ്പറേറ്റ്സ് അല്ലാത്തവർക്ക്
ജോലി ഇരിക്കുന്ന സമയത്താണ് അവർ കൂടുതൽ അത് ഉറങ്ങുന്നത്. പാടില്ല. അതെ. മാത്രല്ല ഇപ്പം ഇതിനകത്ത് നമ്മൾ കൂടുതൽ ട്രെയിനേഴ്സ് ഉണ്ടാവുമായിരിക്കും അല്ലേ ഈ ഒരു അതെ, തീർച്ചയായിട്ടും സെഷൻസ്. ഉണ്ടായിരിക്കും. ഓക്കെ താങ്ക് യു സോ മച്ച്. അപ്പം വിഷിംഗ് യുവർ ഇവന്റ് ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് നമുക്ക് പറ്റുകയാണെങ്കിൽ നമ്മളും പോയിട്ട് ജോയിൻ ചെയ്യണം. തീർച്ചയായിട്ടും. മാത്രമല്ല നമുക്ക് ഒരു കാര്യം കൂടെ ചോദിക്കണം, യുജീനെ ഏതായാലും ഈ റഷ്യയിൽ നിന്നും യു കെയിൽ നിന്നും ഒക്കെ വന്ന് ഈ ഇന്ത്യൻസും ഒക്കെ ആയിട്ടാണല്ലോ കൂടുതലും കണക്ഷൻ ഒക്കെ ഉള്ളത്. അപ്പം നമ്മളുമായിട്ടുള്ള ഡിഡ് യു ലേൺ സം ഇന്ത്യൻ വേർഡ്സ് ഓർ മലയാളം വേർഡ്സ് എനിത്തിങ്? Unfortunately not, but because we've been studying ancient books which Acharya Bala published, and I've realized I need to start taking Sanskrit lessons. And you have a mural exhibition as well, അല്ലേ? യെസ്, അത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇതില്, അതായത് ഒരു 84 ക്ലാസിക്കൽ ആസനാസിനെ ബേസ് ചെയ്തിട്ട്. ആസനാസിന്റെ നമ്പേഴ്സിന്റെ ആൾക്കാർക്ക് വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സമയമാണ്. അപ്പൊ അത് നമ്മൾ ഒരു 84 ക്ലാസിക്കൽ ആസനാസിന്റെ ഒരു മ്യൂറൽ എക്സിബിഷൻ ഉണ്ട്. അതുപോലെ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആണ്. ഇതുവരെ അങ്ങനെ എവിടെയും നടന്നിട്ടില്ല. അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കിട്ടിയത് വളരെ അത് ഈ 7 എമിറേറ്റ്സിലും ഉണ്ടായിരിക്കും അത്. അപ്പോൾ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. ഇതിന് പോകാൻ താല്പര്യമുള്ളവർ ഏത് സമയത്ത് നമുക്ക് മെസ്സേജ് അയക്കുകയാണെങ്കിലും നമ്മൾ തിരിച്ച് ഈ വെബ്സൈറ്റിന്റെ അഡ്രസ് ഒക്കെ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്ത് തരുന്നതായിരിക്കും. ഓൾ ദി ബെസ്റ്റ് ആൻഡ് ലുക്കിംഗ് ഫോർവേഡ് ടു സീയിങ് യു doing more such events in the UAE and across the globe, and all the best to you for finishing your 12 years of sadhana, Eugenia, and all the best to you too, sir. ഒരുപാട് പേർക്ക് ഈ പറയുന്ന പോലെ നമ്മുടെ UAE തിരക്കുള്ള സമയത്ത് നമ്മൾ നാട്ടിൽ പോയിട്ട് ഋഷികേശിൽ പോയിട്ട് അവിടെ പോയിട്ട് നമുക്ക് പഠിക്കാൻ എന്തായാലും പറ്റില്ലല്ലോ. അപ്പൊ അതിനുവേണ്ടി ഇതൊക്കെ പഠിച്ച് ഇവിടെ വന്ന് നമുക്ക് വേണ്ടി പ്രധാന 3 ലൊക്കേഷനിൽ അദ്ദേഹത്തിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. സോ താങ്ക് യു സോ മച്ച് ഫോർ ഡൂയിങ് ദിസ് ഫോർ ഓൾ ഓഫ് us. Thank you.